എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വേദ വിക്രം ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ വേദ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിന് നോട്ടീസ് അയച്ചത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 147/148 ലഹള ആയുധങ്ങളോട് കൂടിയവ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ സെക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എലക്ഷനിൽ നിന്നും പിന്മാറണം എന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആ ഒരു നോട്ടീസ് വേദ അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയം തന്നെ ശ്രീകാര്യം ശ്രീനിവാസൻ അവിടെയുള്ള അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്, വിക്രത്തെ വിളിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ വിക്രത്തെ വിളിച്ച് കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വേദ ഇങ്ങനെ നോട്ടീസ് അയച്ച കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ശ്രീജയും വേദയും ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നതാണ്. എന്നിട്ട് പിന്നെ ബാങ്ക് മാനേജറെ പോയി കാണുന്നു. എന്നിട്ട് ചെറിയൊരു ലോണൊക്കെ എടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുന്നത് വേദയായിരിക്കും. ചെറിയൊരു ബിസിനസ് വീട്ടിൽ തന്നെ തുടങ്ങാനാണ്, വീട്ടിൻ്റെ ചായപ്പിൽ തുടങ്ങാനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് മാനേജറോട് പറയുന്നുണ്ട്. അപ്പോൾ ബാങ്ക് മാനേജർ പറയുന്നുണ്ട്, ചെറിയൊരു എമൗണ്ട് അല്ലേ, 50,000 ആദ്യം ശരിയാക്കി തരാം, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സമയം എടുക്കില്ല, എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ശ്രീജ ആണെങ്കിൽ നേരെ വിശ്വൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, നമുക്ക് ഇനി ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത്, നമുക്ക് രണ്ടുപേർക്കും കൂടി നോക്കി നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷം ആവുന്നുണ്ട് കേട്ടോ. അവർ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ഈ മുളക് മല്ലിയൊക്കെ കൊണ്ടുവന്നിട്ട് പൊടിച്ച് പാക്കറ്റിലാക്കി കൊടുക്കുക, ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനാണ് അവർ ഇടുന്നത്. പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രമും സംസാരിക്കുന്നതാണ്. അപ്പോൾ വിക്രമിനെ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ അവിടെ നിന്ന് എത്തിച്ചല്ലോ, ആ ഒരു കാര്യങ്ങളൊക്കെ വേദ ഇങ്ങനെ നോട്ടീസ് അയച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേപ്പറ്റി സംസാരിക്കാനായിട്ട് വേദ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ വിക്രം, വേദ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേദ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ സ്വാമി, എന്നെ കാണാനായിട്ട് തോന്നിയിട്ടാണോ, ഈ സമയത്ത് ഇങ്ങനത്തെ ചിന്തയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചെറിയ ആക്കുന്ന സംസാരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേദയോട് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്, നോട്ടീസ് അയച്ച് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ നോട്ടീസ് പിൻവലിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊരിക്കലും നടക്കില്ല എന്നിങ്ങനെ വേദയാണെങ്കിലും മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിക്രമാണെങ്കിലും പറയുന്നുണ്ട്, ശ്രീധരന് വേറെ വക്കീലിനെയൊക്കെ കിട്ടുമല്ലോ, നീ തന്നെ ഇത് ചെയ്യണമെന്ന് എന്താ നിർബന്ധം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ ചെയ്യുന്ന ജോലിയോട് എനിക്കൊരു എതിർപ്പുമില്ല, പക്ഷേ ഈ കാര്യത്തിൽ നീ ഇടപെടരുത്, കാരണം നീ ഇടപെടാൻ പോകുന്നത് വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നത്, ചൂണ്ടയിടുമ്പോൾ നത്തോലി തടഞ്ഞിട്ട് എന്ത് കാര്യം, തിമിംഗലത്തെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നല്ല ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വേദ, ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള രീതിക്ക്. ഈ ഒരു സമയം വേദ വിക്രമനോട് ആ ഒരു ബാഗിൽ മയക്കുമരുന്ന് വെച്ചത് വിക്രമല്ല എന്ന് എനിക്കറിയാം, പക്ഷെ അത് ആരാണെന്ന് വിക്രമിനറിയാം, ഈ സമയത്ത് സത്യം പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പറയാതെ തന്നെ വിക്രം അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പിന്നെ അങ്ങോട്ട് ചെല്ലുന്നത് ശ്രീകാര്യം ശ്രീനിവാസനെ കാണാനായിരിക്കും പോകുന്നത്. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ശ്രീകാര്യം ശ്രീനിവാസനാണെങ്കിൽ കുറച്ച് ഇങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വേദ ആ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന് അറിഞ്ഞപ്പോൾ വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വേദ കണ്ടില്ലേ വേദയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്, അവൾക്ക് അവളുടേതായ തീരുമാനങ്ങളുണ്ട്, പക്ഷെ നിൻ്റെ തീരുമാനങ്ങളിൽ അവൾ ഇടപെടുമ്പോൾ നീ അതിനെ സമ്മതിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല വിക്രം ഒരു സൂചനയും കൊടുക്കുന്നുണ്ട്, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ആരോ ചോർത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം കാണിക്കുന്നത് വേദയ്ക്കൊരു കോള് വരുന്നതാണ്. അപ്പോൾ കോള് വരുന്ന സമയത്ത് അവിടെ നിന്ന് അനുവാദമൊക്കെ ചോദിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് പുറത്തുനിന്നൊരു വിചാരണയുണ്ട്, വേണ്ടപ്പെട്ട ഒരാളെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവിടുന്ന് ഇറങ്ങുന്നത്. മറ്റാരും ആയിരിക്കില്ല, വിനയനെ ആയിരിക്കും കേട്ടോ കാണുക. അപ്പോൾ വിനയൻ ചോദിക്കുന്നുണ്ട്, എന്നോട് എന്തിനും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്താണ് പരിഭ്രമം ഉണ്ടോ, ഒന്നില്ലെങ്കിലും അനിയൻ്റെ ഭാര്യയിൽ വിളിക്കുന്നത്, ഒന്ന് വരണം എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ വിനയനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി. ശരിക്കും വിനയൻ പെട്ടിരിക്കുകയാണ്, കാരണം ആ ഒരു തെറ്റ് ചെയ്തത് വിനയനും പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വേദ ഏകദേശം കണ്ടുപിടിച്ചു എന്നുള്ളതൊക്കെ വിനയന് മനസ്സിലായി തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാണിക്കുന്ന പ്രൊമോയിൽ ഇനി വിനയനെ വേദ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു തെറ്റ് ചെയ്തത് വിനയനാണ് എന്നുള്ള രീതിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വിനയൻ ശരിക്കും പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അതായിരിക്കും കാണാൻ സാധിക്കുക.